ഭരണഘടനയെയും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള കെൽപ്പ് സാന്നിധ്യത്തിലില്ല എങ്കിൽ പോലും നമ്മുടെ ആർജവത്തിലും നമ്മുടെ സമർപ്പിത ബോധത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ഈ കാര്യം. ഇപ്പം ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യം വേണം. എന്താണ് ജനാധിപത്യം? ഇപ്പം പാർലമെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം എങ്ങനെയാണ് നമ്മുടെ നിയമനിർമ്മാണങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്നത്? ഇപ്പോൾ IPC, CRPC, എവിഡൻസ് ആക്ട്, ഈ 3 ആക്ടും പിൻവലിച്ചു. അതിന് പകരം 3 നിയമങ്ങൾ കൊണ്ടുവന്നു. IPCക്കും CRPCക്കും എവിഡൻസ് ആക്ടിനും പകരമായിട്ട് 3 നിയമങ്ങൾ കൊണ്ടുവന്നു. അമിത്ഷായുടെ നേതൃത്വത്തിൽ 148 MP പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഈ 3 നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കി. അല്ലാതെ മുസ്തഫ, ഈ 3 നിയമങ്ങളുടെ പേരറിയോ? പറയാൻ പറ്റുന്നില്ല. നോക്കുക, IPCക്കും CRPCക്കും എവിഡൻസ് ആക്ടിനും പകരമായിട്ട് സ്വദേശ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി അമിത്ഷാ കൊണ്ടുവന്ന 3 നിയമങ്ങളുടെ പേരിതാ. ഈ മുസ്തഫയാണെങ്കിൽ ടെലിവിഷനിലൊക്കെ ഘോരം പാർട്ടിക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് മുസ്തഫയ്ക്ക്. ഇവിടെ ആരെങ്കിലും അറിയാം? മുൻനിരയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചില ആൾക്കാർ മുഖമൊക്കെ താഴേക്ക് വെക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നില്ല. ആർക്കെങ്കിലും അറിയാം? ഇല്ല. നോക്കുക, സംസ്കൃതത്തിലാണ് പേര്. സംസ്കൃതത്തില് അമിത്ഷാ പറഞ്ഞു ഡീകോളനൈസേഷൻ, അതായത് നമ്മുടെ മനസ്സിലുള്ള കോളനി വൽക്കരണത്തെ അവരുടെ അപനിർമ്മാണം നടത്തുകയാണ്. സ്വദേശ നിയമങ്ങൾ. അപ്പൊ ഈ നിയമങ്ങളുടെ പേര് എന്റെ സ്നേഹിതൻ മുസ്തഫയ്ക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല. എന്താ കാരണം അറിയാം? മദ്രാശി ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറഞ്ഞു എനിക്കറിയില്ല ഈ നിയമങ്ങളുടെ പേരെന്താണ്. ഈ നിയമങ്ങൾ ദിവസവും കൈകാര്യം ചെയ്യേണ്ട ഒരു ജഡ്ജി പറയാണ് ഇതെന്തോന്നാണ് ഈ നിയമങ്ങൾ എന്ന്. രാജ്യത്തെ മുമ്പോട്ടാണോ നയിക്കുന്നത്, പിമ്പോട്ടാണോ നയിക്കുന്നത്? ഈ 3 നിയമങ്ങളുടെ പേരറിയില്ല. അപ്പൊ പാർലമെന്റിൽ ഞങ്ങൾ ചോദിച്ചു, ഡീകോളനൈസേഷന്റെ ഭാഗമായിട്ടൊരു കാര്യം ചെയ്യേ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഈ മൊബൈൽ ഫോൺ വേണ്ടെന്ന് വെക്ക്. ഇത് സാഹിബ് കണ്ടെത്തിയതല്ലേ? ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ? ഡീകോളനൈസ് ചെയ്യേ. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വിമാനം 830 കോടി രൂപയുടെ. ഇവിടെ എങ്ങാൻ നമ്മുടെ മുഖ്യമന്ത്രി എങ്ങാൻ 10-20 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ച വലിയ ബഹളം. 830 കോടി രൂപയുടെ വിമാനം, ബെൻസ് കാറുകള്, ഒരു നിര തന്നെ. ഡീകോളനൈസേഷൻ ആണ്. ഒരു കാര്യം ചെയ്യേ, ഇതൊക്കെ വേണ്ടാന്ന് വെക്ക്. നിങ്ങളല്ലേ പറഞ്ഞത് റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിക്കുന്നതിന് 5000 വർഷം മുമ്പ് ഇന്ത്യയിൽ വിമാനം ഉണ്ടായിരുന്നു? ആരാ പറഞ്ഞത്? BJP നേതാക്കളല്ലേ. എന്താണ് ഈ തട്ടിപ്പ്, ഈ ഡീകോളനൈസേഷൻ? അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് വന്ന കളിയല്ലേ? എന്തിനോടോ അമിത്ഷായുടെ മകൻ ജയ്ഷാ ഈ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധിപനായിട്ട് നിൽക്കുന്നത് നിരോധിച്ചൂടെ? വാഹനം വേണ്ട, മൊബൈൽ വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ വേറെ വിദേശ രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞൂടെ? ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു പരിധി വേണ്ട. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു ജനങ്ങളെ ശാസ്ത്രബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുവരണം, അവരെ കരിപ്പിടിപ്പിക്കണം, ആധുനിക പൗരന്മാരാക്കണം, സയന്റിഫിക് ടെമ്പർ. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കോൺഗ്രസ് ആണ്. എനിക്കൊന്ന് 114 വർഷമൊക്കെ ആയിട്ടുള്ള CV രാമനെ പോലുള്ള മഹത് വ്യക്തികൾ ആധ്യക്ഷം വഹിച്ച സയൻസ് കോൺഗ്രസ്. ഈ സയൻസ് കോൺഗ്രസിനെ കുറിച്ചൊരു പുസ്തകം വായിക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇന്ത്യയിലെ ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രബോധം, യുക്തിബോധം പ്രകടിപ്പിച്ചൊരു ഭരണാധികാരി ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഞങ്ങൾക്ക് തർക്കമില്ല, ആർക്കും തർക്കമില്ല. ഇവിടെ തർക്കമില്ല, ആർക്കുമില്ലോ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പക്ഷെ CV രാമൻ പറഞ്ഞു നെഹ്റു ഒക്കെ ശരിയാണ്, പക്ഷെ എങ്കിൽ പോലും ശാസ്ത്ര കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരാനുള്ള ഒരു പ്രാഗൽഭ്യം, ശാസ്ത്രബോധം ജവഹർലാൽ നെഹ്റുവിനുണ്ടോ എന്ന് CV രാമൻ ശങ്കിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്.
അങ്ങനെ ഭരണഘടനയിൽ എഴുതി വെച്ച ശാസ്ത്ര ബോധം ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എവിടെ എത്തിയെന്ന് ഇപ്പൊ പരിശോധിക്കുമ്പോൾ ഈ ഭരണഘടന എങ്ങനെയാണ് BJP കൈകാര്യം ചെയ്ത് മനസ്സിലാകും. കഴിഞ്ഞ ശാസ്ത്ര കോൺഗ്രസിൽ ചില പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ഒരു പ്രബന്ധം ഞെട്ടിപ്പോകും. എന്തായിരുന്നു ഒരു പ്രബന്ധം? ഈ നാസയുണ്ട്, അമേരിക്കയുടെ ഏജൻസി. നാസ ഈ മാർസ്, ചൊവ്വയുടെ ചില ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഈ ഹെൽമെറ്റിന്റെ രൂപത്തിലുള്ള എന്തോ ചില ചിത്രങ്ങൾ കണ്ടു. ഹെൽമെറ്റിന്റെ രൂപത്തിലുള്ള അവർ ആ ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും ഭാവി ഗവേഷണത്തിന് സഹായകരമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ശാസ്ത്ര കോൺഗ്രസിൽ ഒരു പണ്ഡിതൻ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. നാസയുടെ നൂതനമായ ക്യാമറയിൽ പകർത്തപ്പെട്ട ദൃശ്യമെന്ന് പറയുന്നത് മഹാഭാരത യുദ്ധകാലത്ത് ഒരു രാജാവിന്റെ തലയിൽ നിന്ന് തെറിച്ചുപോയ ഹെൽമെറ്റാണ്. മഹാഭാരത യുദ്ധകാലത്ത് ഒരു രാജാവിന്റെ തലയിൽ നിന്ന് തെറിച്ചുപോയ ഹെൽമെറ്റാണ് നാസയുടെ ക്യാമറയിൽ കിട്ടിയത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും കവല, ഇപ്പൊ ഇവിടെ ഒരു വിശ്വഹിന്ദു പരിഷത്തുകാരനോ RSകാരനോ ഇവിടെ ഒരു കവലയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞതാണെങ്കിൽ പ്രശ്നമില്ല. CV രാമനെ പോലുള്ള ലോകത്തിന്റെ നെറുകയിൽ സ്ഥാനം പിടിച്ച ശാസ്ത്രജ്ഞന്മാർ അധ്യക്ഷം നൽകിയ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ IITയുടെ ഡയറക്ടർ ആരാണ്? മദ്രാസ് IITയുടെ ഡയറക്ടറായിട്ടുള്ള ആളൊരു കാമകോടി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. വായിച്ചിരുന്നാ? എൻ്റെ അച്ഛൻ്റെ അസുഖം മുഴുവൻ മാറ്റുന്ന എന്താണ്? ഗോമൂത്രം കഴിച്ചിട്ടാണ്. IIT ഡയറക്ടർ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് IIT എന്ന് പറയുന്നത്. അതിന്റെ തലപ്പത്തുള്ള ആൾ പറയുന്നു ഗോമൂത്രം കഴിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അസുഖം പോകുന്നത്. ഇന്ത്യയിലെ എല്ലാ ശാസ്ത്ര സ്ഥാപനങ്ങളുടെയും പഠനത്തിൽ പറയുന്നുണ്ട് ഇതുപോലുള്ള സാധനം ഒന്നും ഉപയോഗിക്കരുത്, അതിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, അതൊന്നും അങ്ങനെ എടുത്തു കുടിക്കരുത് എന്ന്. പക്ഷേ IITയുടെ ഡയറക്ടറാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത്ഭുതമില്ല. എന്താ കാരണം എന്നറിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ എന്താ പറഞ്ഞത്? മൂപ്പര് സാധാരണ മനുഷ്യന്മാർ ജനിച്ച പോലെ ജനിച്ചൊരാളല്ല. അമ്മയുടെ ഗർഭപാത്രത്തിലൊന്നും കടന്നിട്ടില്ല. മുകളിൽ നിന്ന് ഭൂജാതനായ ആളാണ്. നമ്മളൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്ന് ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഗോമൂത്രം കഴിച്ചാൽ അസുഖം പോകുമെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരു അത്ഭുതമില്ല. നമ്മുടെ രാജ്യം എങ്ങോട്ടെത്തി എന്ന് നോക്ക്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് MD വാസുദേവനെ മുൻനിർത്തിയുള്ള ഒരു ചിത്രപ്രദർശനം കാണാനുണ്ടായി. ആ കാണുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്നെ ആകർഷിച്ചൊരു ചിത്രമുണ്ട്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗസൽ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുലാം അലി. നമ്മുടെ ഗസൽ പാട്ടൊക്കെ പാടുന്ന നമ്മുടെ മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിരുന്ന രാജഗോപാലൻ മാഷുണ്ട്. രാജഗോപാലൻ മാഷേ, ഗുലാം അലിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗസലുണ്ട്. ഇവിടെ ഗസൽ പാടുന്ന ആൾക്കാരുണ്ടാ? ആരാ ഉണ്ടാ? ഫോട്ടോഗ്രാഫർ എവിടെ പോയി? ഫോട്ടോഗ്രാഫർ പോയി എവിടെ? ഫോട്ടോഗ്രാഫറെ ഗസൽ പാടുവാ? എവിടെ പോയി? അവൻ മുങ്ങി. അതെ, പങ്കുപോയിട്ട്. ഗുലാം അലിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ മുസ്തഫയ്ക്ക് അത് അറിയാം. മുസ്തഫ എൻ്റെ ഒപ്പം ചൈനയിലുണ്ടായിരുന്നു. ചൈനയിലുള്ള സമയത്ത് മുസ്തഫ പാടിയിട്ടുള്ളത് അത് ചുക്കേ ചുക്കേ രാദ്ദിൻ എന്നുള്ളൊരു പാട്ട്. ഇല്ലടോ രാജപോലെ രണ്ടുപേരും പാടുന്ന പിന്നെ പാടിക്കോളാം. ഗുലാം അലിയുടെ ഗസൽ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ MD വാസുദേവൻ നായരുടെ കരം നുകർന്നുകൊണ്ട് ഗുലാം അലി നിൽക്കുന്നു. ഈ ഗുലാം അലി പാകിസ്ഥാനിലാണ് പിന്നീട് ജീവിച്ചത്. വിഭജനത്തിന് ശേഷം അങ്ങോട്ട് പോയി. പക്ഷെ അദ്ദേഹത്തെ നമ്മുടെ സഖാവ് MA ബേബിയെ കൂടിയിട്ട് കോഴിക്കോട് കൊണ്ടുപോയി. അന്ന് സംഘ് പരിവാർ ആൾക്കാർ പ്രതിഷേധിച്ചു. ഗുലാം അലിക്ക് കാലുകുത്താൻ അവസരം കൊടുക്കില്ല.
ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല പട്ടണങ്ങളിലും ഗുലാം അലിയുടെ ഗസൽ വെച്ചു. പക്ഷേ സംഘ് പരിവാറിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കാരണം അവിടെയൊന്നും നടന്നില്ല. ഗുലാം അലി നിരാശനായി. ഞാൻ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ എന്നുള്ള ആ ഭൂമിയിൽ വന്ന് എനിക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ചുക്കേ ചുക്കി ഒന്ന് പാടിക്കൊടുക്കണം എന്ന് അദ്ദേഹം ആരംഭിച്ചു. കേരളം അദ്ദേഹത്തിനെ വരവേറ്റു. കേരളം ഗുലാം അലിയെ വരവേറ്റു. തിരുവനന്തപുരത്തും കോഴിക്കോടും ഗുലാം അലി വന്ന് പാടി. പക്ഷെ അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ ഗുലാം അലി പാടിയ ചുക്കേ ചുക്കേ എന്നുള്ള ഈ ഗസൽ എഴുതാരെന്നറിയോ? അറിയോ? അറിയോ? ഇൻഖിലാബ് സിന്ദാബാദ്. നാവിന്റെ തുമ്പിൽ വന്നു. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഉറുദുവിലുള്ള മുദ്രാവാക്യം ഇൻഖിലാബ് സിന്ദാബാദ്. അറിയില്ല? അത് ആ മുദ്രാവാക്യം ആലേഖനം ചെയ്ത ഹസ്രത് മോഹ്സിനാണ്. അദ്ദേഹം അലിഗഡ് സർവകലാശാലയിൽ പഠിക്കാൻ വരുമ്പോൾ അദ്ദേഹം ഒരു വെറ്റില ചെല്ലമായിട്ടാണ് വരുന്നത്. ഞാനത് പറയാൻ കാരണം ഇന്ത്യൻ ഭരണഘടന എത്രത്തോളം സവിശേഷമാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഗസൽ ചുപ്കെ ചുപ്കെ രാത് ദിൻ എന്നുള്ള ആ വരികൾ എഴുതിയ ഹസ്രത് മോഹ്സിൻ യഥാർത്ഥത്തില് അലിഗഡിലേക്ക് പഠിക്കാൻ വരുമ്പോൾ അന്നത്തെ സമ്പന്ന കുടുംബത്തിലെ മുസ്ലിങ്ങൾ വരുമ്പോൾ ഒരു വെറ്റില ചെല്ലവും കൂടി കയ്യിൽ കരുതുന്നു, പാൻ മുറുക്കാൻ വേണ്ടി. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി മാറി. ലാഹോർ സമ്മേളനത്തിൽ വെച്ച് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം മുഴക്കി. അദ്ദേഹത്തിന്റെ ഇൻഖിലാബ് സിന്ദാബാദാണ്. ഭഗത് സിംഗ് ഡൽഹിയിലെ കേന്ദ്ര അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് ആരെയും അപായപ്പെടുത്താൻ വേണ്ടിയല്ല, അടഞ്ഞ കാതുകൾ തുറക്കാൻ വേണ്ടിയാണ് ഞാൻ ബോംബിട്ടത് എന്ന് ഭഗത് സിംഗ് പറഞ്ഞ ശേഷം ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖരിതമായി. ആഹാസനോയ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അംഗമായി. അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ഭക്തനായിരുന്നു. നോക്കുക, എല്ലാ ജന്മാഷ്ടമി ദിവസവും അദ്ദേഹം മധുരയിൽ പോയിരുന്നു. ഉസ്താദ് ബിസ്മില്ലാ ഖാനെ പോലെ വാരണാസിയിൽ രാവിലെ നമാസും പിന്നീട് റിയാസും നടത്തി അമ്പലങ്ങളിൽ. മുസ്ലിം നിസ്കാരത്തിന് ശേഷം ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പാടി തിമിർത്തു. ബിസ്മില്ലാ ഖാനോട് ലോകത്തിലെ പല പ്രമുഖ വ്യക്തികളും പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, അമേരിക്കയിലേക്ക് വരൂ, അക്കാഡമി ഉണ്ടാക്കൂ. ബിസ്മില്ലാ ഖാൻ പറഞ്ഞു, ഗംഗാ നദിയാണ് എൻ്റെ അമ്മ. ഈ ക്ഷേത്രങ്ങളുടെ മുമ്പിലൊക്കെ സംഗീതാർച്ചന നടത്തുമ്പോൾ കിട്ടുന്ന സുഖം എനിക്കൊരിക്കലും കിട്ടുന്നില്ല. ആ ബിസ്മില്ലാ ഖാനെ പോലെയും ഗുലാം അലിയെ പോലെയും ഇൻഖിലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ആലേഖനം ചെയ്യുന്ന ആ മഹത് വ്യക്തികളെ പോലുമുള്ള ആൾക്കാർ ഇഴകോർത്തതാണ് ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഉത്തരേന്ത്യയുടെ ഭൂമികയിലേക്ക് നോക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് കൂടി ഞാൻ പറയുകയാണ്. ഇപ്പൊ മാധ്യമപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ മാപ്രാന്ന് വിളിച്ച് കളിയാക്കുക നിങ്ങളെല്ലാം കൂടി. നമ്മൾ എങ്ങോട്ടാ കുഴിക്കുന്നത്? ഒരു ആധുനിക രാഷ്ട്രമായി ഇന്ത്യയെ കരുപ്പിടിപ്പിച്ച് മുമ്പോട്ട് കുതിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഈ ഭരണഘടന. പക്ഷെ ഇന്ന് നമ്മൾ ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ പുറകിലേക്ക് നടന്നുകൊണ്ട് പഴയ അസ്ഥികൂടങ്ങളെ കണ്ടെത്തി. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ തെരുവുകളിൽ ഉയരുന്ന രോദനമല്ല നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത്
മഹാത്മാഗാന്ധി ചെരുപ്പ് പോലുമുള്ള ഇടാതെ കൽക്കത്തയിൽ തെരുവിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി രാവെന്താ പകലെന്താ എന്നറിയാതെ നടക്കുകയായിരുന്നു. ഇന്ന് ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും കുഴിക്കലാണ്, കുഴിക്കൽ. വാരണാസി ഉസ്താദ് ബിസ്മില്ലാ ഖാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരു പ്രതലം. അവിടെ വർഗീയതയുടെ കലാപങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ പോലെ സമ്പലിലെ ബാബറി മസ്ജിദ് എന്ന് വിളിക്കപ്പെടുന്ന സമ്പൽ അവിടെയും കുഴിക്കുകയാണ്. 11 സ്ഥലങ്ങളിൽ. നമ്മൾ എങ്ങോട്ടാണ് കുഴിച്ചിറങ്ങുന്നത്? നമ്മുടെ പൈതൃകം അന്വേഷിച്ച് എങ്ങോട്ടൊക്കെ പോകും? ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ കൂടുതൽ കുഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? പശ്ചിമേഷ്യയിലെത്തും. എന്താ കാരണം? ഇന്ത്യയിലേക്ക് വന്ന നല്ലൊരു ശതമാനം ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ് 5000-10,000 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി. ഇവിടെ ചരിത്രം പഠിച്ച ആൾക്കാരുണ്ട്. ഇവിടുന്ന് കുടിയേറി. നമ്മൾ എവിടെ വരെ കുഴിക്കും? ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധവിഹാരങ്ങളും ജൈന വിഹാരങ്ങളും ഒക്കെ പിന്നീട് ക്ഷേത്രങ്ങളായി മാറിയില്ലേ? എവിടേക്ക് കുഴിക്കും നമ്മൾ? ഈ കുഴിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ ആ ഒരു കണ്ണിയെ വിച്ഛേദിക്കാൻ വേണ്ടിയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ സംഘ് പരിവാറും ഇന്ത്യയിലെ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇതുപോലെ ആക്രമിക്കുന്നതെന്ന്? ഉത്തരം ലളിതമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന സാഹോദര്യത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുരുത്തുകളിലൊന്നായി കേരളത്തിലെ ഇടതുപക്ഷത്തെ അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ആക്രമോത്സുകതയുള്ള വർഗീയതയുടെ രഥയോട്ടത്തിന് കേരളം വിധേയമാകും. അതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങളും വലതുപക്ഷ സംഘടനകളും ആലോചിക്കുന്നത്. അമിത്ഷാ ഏതാനും മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഉത്തർപ്രദേശ് എനിക്ക്, അതായത് 80 ലോകസഭാ അംഗങ്ങളെ ഇന്ത്യയിലേക്ക് പ്രദാനം ചെയ്യുന്ന ഉത്തർപ്രദേശ് എനിക്ക് കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് സന്തോഷമായിരിക്കും കേരളം BJPക്ക് കിട്ടിയാൽ. അദ്ദേഹം പറഞ്ഞതാണ്. എന്തിനാണ്? നമ്മൾ 3.5 കോടി വരുന്ന ജനങ്ങളെ ഉള്ളൂ, 20 ലോകസഭാ സീറ്റേ ഉള്ളൂ. ഒരുപക്ഷെ നാളെ ഇവര് മണ്ഡല പുനർനിർണയം നടത്തിയാലും വേണം നമ്മുടെ സീറ്റുകൾ വേണം കുറയ്ക്കും. എന്താ കാരണം? നമ്മളോട് പറഞ്ഞു ജനസംഖ്യ നിയന്ത്രണമൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. അവരങ്ങോട്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മുന്നോട്ട് പോയി. ഇപ്പോൾ അവർ പറയുകയാണ് ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യും. 2026 കഴിയുമ്പോൾ ഈ പറഞ്ഞ ഡീലിമിറ്റേഷൻ നിയമം കൊണ്ടുവന്ന് നമ്മുടെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കും. പക്ഷെ എന്നാലും ഈ കൊച്ചു തുരുത്ത് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളുടെ പ്രസക്തിയാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തെയും കേരളത്തെയും ശിഥിലമാക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കാൻ ഈ BJP പോലുള്ള രാഷ്ട്രീയ സംഘടനകളെ പ്രേരിപ്പിക്കുന്ന ഘടകം.